എന്തുകൊണ്ടാണ് ഹാനോക്കിന്റെ പുസ്തകം ബൈബിളിൽ ഉൾപ്പെടുത്താത്തത്? ഉൽപ്പത്തി 5-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു എന്നും അവനെ ശരീരത്തോടുകൂടി ദൈവം എടുത്തുകൊണ്ടു എന്നും പറയപ്പെടുന്നുണ്ട്. വിശുദ്ധനായ ഈ മനുഷ്യന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രചരിക്കുന്നുണ്ട്. ആ പുസ്തകം നാം വായിക്കുമ്പോൾ ആത്മീകമായി നമ്മെ ചലിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും ഭൂതം, ഭാവി, വർത്തമാനം എന്ന 3 കാലങ്ങളിലും സംഭവിക്കുന്നതായ കാര്യങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് അതിൽ നിന്നും വായിച്ചെടുക്കാനും കഴിയുന്നു. ഒരു പൂർണ്ണ ബൈബിളിൻ്റെ രൂപത്തിലാണ് ഇതിലെ കരുത്തുറ്റ ആശയങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ദൂതന്മാരുടെ വീഴ്ച മുതൽ ന്യായവിധിയുടെ രഹസ്യ ദിവസം വരെ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ടും അത്ഭുതകരമായ ഈ പുസ്തകം ബൈബിളിൽ ഇല്ലാത്തത് എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വചനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ആഴമേറിയ സത്യങ്ങളിലേക്കും രഹസ്യങ്ങളിലേക്കുമാണ്. ഞെട്ടിപ്പിക്കുന്ന ബൈബിൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബൈബിൾ ഫാക്ട്സ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കൈപ്പേറിയ സത്യം സ്യൂഡോഫിഗ്രാഫ പുസ്തകങ്ങളിൽ ഒന്നാണ് ഹാനോക്കിന്റെ പുസ്തകം എന്നതാണ്. ഹാനോക്കിന്റെ പുസ്തകം ഒരു തെറ്റായ എഴുത്താണ്. അതുകൊണ്ടാണ് ഇതിനെ സ്യൂഡോഫിഗ്രാഫയുടെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്യൂഡോഫിഗ്രാഫ എന്ന വാക്ക് തെറ്റായ രചനകളെ സൂചിപ്പിക്കുന്നു. പ്രത്യക്ഷത്തിൽ യേശു ക്രിസ്തുവിന് മുൻപുള്ള 2-ാം നൂറ്റാണ്ടിലോ 1-ാം നൂറ്റാണ്ടിലോ എഴുതിയതാണ് ഈ പുസ്തകം. ഈ പുസ്തകം സാധാരണയായി ഹാനോക്കിന്റെ എത്യോപ്പിക് അപ്പോക്കലിപ്സായി കരുതപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ AD 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എഴുതപ്പെട്ട ഹാനോക്കിന്റെ 2-ാമത്തെ പുസ്തകമെന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ലോവോണിക് അപ്പോക്കലിപ്സും ഉണ്ട്. AD 5-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും ഇടയിൽ എഴുതപ്പെട്ടതായി കരുതപ്പെടുന്ന 3-ാമത്തെ പുസ്തകം ഹിബ്രു അപ്പോക്കലിപ്സ് ഓഫ് ഹാനോക്ക് എന്ന് വിളിക്കപ്പെടുന്നു. ഇത് എന്തു തന്നെയായാലും ഹാനോക്കിന്റെ പുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന പുസ്തകം 108 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ പുസ്തകമാണ്. അതിൽ 5 ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇവയെ പലപ്പോഴും പുസ്തകങ്ങളെന്നും അറിയപ്പെടുന്നു. ഹാനോക്കിന്റെ ആദ്യത്തെ പുസ്തകത്തിനെ 5 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ജെയിംസ് എച്ച് ചാൾസ്വർത്ത് പുസ്തകത്തിന് രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ആദ്യത്തെ ഭാഗത്തിന് ദ ബുക്ക് ഓഫ് വാച്ചേഴ്സ്, ഇതിൽ 1 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളും 2-ാമത്തെ ഭാഗത്തിന് ബുക്ക് ഓഫ് ദ സിമിലിറ്റ്യൂഡ്സ്, ഇതിൽ 37 മുതൽ 71 വരെയുള്ള അധ്യായങ്ങളും 3-ാം ഭാഗത്തിന് ബുക്ക് ഓഫ് ദ ആസ്ട്രോണമിക്കൽ റൈറ്റിംഗ്സ്, ഇതിൽ 72 മുതൽ 82 വരെയുള്ള അധ്യായങ്ങളും 4-ാം ഭാഗത്തിന് ബുക്ക് ഓഫ് ദ ഡ്രീം വിഷൻസ്, ഇതിൽ 83 മുതൽ 90 വരെയുള്ള അധ്യായങ്ങളും 5-ാം ഭാഗത്തിന് ബുക്ക് ഓഫ് ദ എപ്പിസിൽസ് ഓഫ് ഏനക്, ഇതിൽ 91 മുതൽ 107 വരെയുള്ള അധ്യായങ്ങളും ഉൾപ്പെടുന്നു. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ ഹാനോക്കിന്റെ ഒരു ചെറിയ ആമുഖം നൽകുകയും പ്രതിഫലം, ശിക്ഷ, ലോകാവസാനം, അന്തിമവിധി എന്നിവയുടെ പ്രധാന തീമുകൾ സംസാരിക്കുകയും ചെയ്യുന്നു. 6 മുതൽ 36 വരെയുള്ള അധ്യായങ്ങൾ പ്രാഥമികമായി മാലാഖമാർ, ജീവവൃക്ഷം, ജെറുസലേം, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പുസ്തകത്തിന്റെ 2-ാം ഭാഗത്തിൽ 37 മുതൽ 71 വരെയുള്ള അധ്യായങ്ങളും ദൈവപുത്രന്മാർ, മിശിഹ, പുനരുദ്ധാനം, വെള്ളപ്പൊക്കം, നോഹ, ഭാവികാല ന്യായവിധി, പറുദീസ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പുസ്തകത്തിന്റെ 3-ാമത്തെ ഭാഗത്തിൽ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, ജ്യോതിശാസ്ത്രം, പ്രപഞ്ചം, ഹാനോക്കിന്റെ ദൗത്യം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 72 മുതൽ 82 വരെയുള്ള അധ്യായങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. പുസ്തകത്തിന്റെ 4-ാം ഭാഗത്തിൽ 83 മുതൽ 90 വരെയുള്ള അധ്യായങ്ങൾ ഉൾപ്പെടുന്നു. വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ചരിത്രരേഖ, ഇസ്രായേലിന്റെ ഭാവി, മിശിഹായുടെ രാജ്യം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. പുസ്തകത്തിന്റെ 5-ാം ഭാഗത്തിൽ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കുമുള്ള വിവിധ വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുന്നു.
91 മുതൽ 105 വരെയുള്ള അധ്യായങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. 106 മുതൽ 108 വരെയുള്ള സമാപന അധ്യായങ്ങൾ വെള്ളപ്പൊക്കത്തിന് ശേഷം മിശിഹായുടെ വരവ് വരെയുള്ള പാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. പുസ്തകം വായിക്കാൻ ആകർഷകമാണെങ്കിലും ഹാനോക്കിൻ്റെ ആദ്യത്തെ പുസ്തകം തിരുവെഴുത്തല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഈ പുസ്തകം ദൈവത്താൽ പ്രചോദിതമല്ല. എങ്കിലും ഈ പുസ്തകം ബാറൂക്കിൻ്റെ അപ്പോക്രിഫൽ പുസ്തകത്തിലും പല ആദ്യകാല ചർച്ച് കൈയെഴുത്ത് പ്രതികളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യൂദ 14-15 വാക്യങ്ങൾ ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് എന്ന് ചിലർ ഊഹിക്കുകയും യൂദ ഹാനോക്കിൻ്റെ പുസ്തകത്തെ തിരുവെഴുത്തായി കണക്കാക്കിയിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇന്നും തർക്ക വിഷയമാണ്. കൃത്യമായ തെളിവുകൾ ഇതിനില്ല. ഹാനോക്കിൻ്റെ പുസ്തകം തിരുവെഴുത്തല്ലെങ്കിലും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഹാനോക്കിൻ്റെ പുസ്തകം തിരുവെഴുത്തായി അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹാനോക്കിൻ്റെ പുസ്തകത്തെപ്പറ്റി യേശുവോ പുതിയ നിയമത്തിൻ്റെ എഴുത്തുകാരോ ഒരിക്കലും തിരുവെഴുത്തുകളായി പരാമർശിച്ചിട്ടില്ല. മാത്രമല്ല അപ്പോസ്തലന്മാർ ഈ പുസ്തകം പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദിമ സഭാപിതാക്കന്മാർ ആരും ഉൾപ്പെടുത്തിയിട്ടില്ല. റോമൻ കത്തോലിക്ക ബൈബിളിലും പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലും ഹാനോക്കിൻ്റെ പുസ്തകം ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ അത്ഭുതകരമായ പുസ്തകം ബൈബിളിൽ ഉൾപ്പെടുത്താത്തതെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം യേശുവും അപ്പോസ്തലന്മാരും അതിനെ വേദഗ്രന്ഥമെന്ന് വിളിച്ചിട്ടില്ല. കാരണം ഓർത്തഡോക്സി, ഹിസ്റ്റോറിക്കൽ ആക്യുറസി, അപ്പോസ്റ്റോളിസിറ്റി, വൈഡ് സ്പ്രെഡ് യൂസ് ആൻഡ് അക്സെപ്റ്റൻസ് ഇതൊന്നും അതിനില്ല. പക്ഷെ ചില ആദ്യകാല സഭാപിതാക്കന്മാർ ഹാനോക്കിൻ്റെ പുസ്തകത്തെ വളരെയധികം വിലമതിച്ചിരുന്നു. എന്നാൽ അവർ അതിനെ ഒരിക്കലും തിരുവെഴുത്തായി പരാമർശിച്ചിരുന്നില്ല. അതിനാൽ അത് ദൈവവചനമല്ലാത്തതിനാൽ നമുക്കതിനെ ആധികാരികമായി കാണാൻ കഴിയില്ല. എന്നാൽ ഒരു ചരിത്ര ബോധനമായി അതിനെ എടുക്കാം. ഹാനോക്കിൻ്റെ പുസ്തകം ബൈബിളിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ 2 കാരണങ്ങൾ ഇവയാണ്. ഒന്ന്, ഹാനോക്കിൻ്റെ പുസ്തകം ഒരു തെറ്റായ എഴുത്താണ്. അതുകൊണ്ട് ഇതിനെ സൂഡോഫിഗ്രാഫ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. BC 270 എഴുതപ്പെട്ട സെപ്റ്റുജന്റിൽ LXX ഈ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ യഹൂദന്മാർ ഈ പുസ്തകം നിരസിച്ചു. 3000 BCയിൽ ഗോത്രപിതാവായ ഹാനോക്ക് സ്വർഗത്തിലേക്ക് പോയ ശേഷമാണ് ഈ പുസ്തകം എഴുതിയത്. ഹാനോക്ക് പ്രവാചകൻ ഹാനോക്കിൻ്റെ പുസ്തകം എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ വാമൊഴി പാരമ്പര്യത്തെയോ ഐതിഹ്യത്തെയോ അടിസ്ഥാനമാക്കി എഴുതിയതോ അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതോ ആകണം. എന്നിരുന്നാലും ഒരു ചരിത്ര ബോധനമായി ഈ പുസ്തകത്തെ നമുക്ക് എടുക്കാവുന്നതാണ്.